പിണറായി വിജയന്റെ ഫ്ലെക്സ് അല്ല നിങ്ങൾ വലിച്ചു കീറിയത്. നിങ്ങൾ വലിച്ചു കീറിയ ഗോവിന്ദൻ മാസ്റ്റർ ഫ്ലെക്സ് അല്ല. കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡിലുള്ള ഒരു നേതാവിന്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയുണ്ട്. ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ് ആയി കാണാൻ പറ്റില്ല. KC വേണുഗോപാലിന്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള പിന്നെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോ തന്നെ ജാതിപ്പേരും പറഞ്ഞു പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഭയമാണ്, സോഷ്യൽ മീഡിയ ഭയമാണ്, നാളെ ഇടുമോ എന്നുള്ള ഭയമാണ്. അപ്പൊ ആ പൊങ്കാലയെ ഭയപ്പെടാത്ത ഒരാളാണ് ഞാൻ. എല്ലാ കാര്യവും ഞാൻ സത്യം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിവാദമൊക്കെ കെട്ടടങ്ങും. നമുക്കറിയാം, എത്രയോ തവണ നമ്മൾ ഈ വിവാദം കണ്ടിട്ടുള്ളതാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ ഒരു അപശബ്ദം പോലും ഉണ്ടാവില്ല. 3-4 ദിവസം ആളുകളൊക്കെ തെരുവിലൊക്കെ ഇത് കാണിക്കുന്നതല്ലാതെ കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഒരാൾ പോലും ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിക്കണ്ട. മാത്രമല്ല, പിണറായി വിജയൻ വ്യക്തിപൂജ നടത്തി കേരള സമൂഹം ഒരു ദുരന്തം നേരിട്ട് കണ്ടതാണ്. കാരണഭൂതൻ, ക്യാപ്റ്റൻ, അതുപോലെ ആയിരക്കണക്കിന് ആളുകളെ തിരുവാതിര കളിച്ചു. അപ്പോ പാർട്ടിയാണ്, സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ തെരുവിലെ പ്രകടനം അവസാനിപ്പിക്കണം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏത് എക്സ്റ്റെന്റ് വരെയും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അയാൾ ടീം UDF നയിച്ച ഒരാളാണ്. അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ട്. അതുപോലെ അർഹത ഒരു കാലത്ത് കഴിഞ്ഞ തവണ പിണറായി വിജയന്റെ അഴിമതികൾ മുഴുവൻ തുറന്നു കാട്ടി അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റ് MLA ഭൂരിപക്ഷം ഉണ്ടായിട്ട് തന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന രമേശിനും അദ്ദേഹത്തിന്റെ വാദവങ്ങൾ ഹൈക്കമാൻഡ് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ രാജസ്ഥാനിലെ MP ആയിരുന്നു. അയാളെ ആരാ വിളിച്ച് ആലപ്പുഴയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച്? അയാൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ KC വേണുഗോപാലിനെ ആലപ്പുഴയെ വിളിച്ചുകൊണ്ട് വന്ന് മത്സരിപ്പിച്ചത് അയാളല്ലാതെ വേറെ ആരും ജയിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ്. അയാളല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോയനെ. മാത്രമല്ല, പാർലമെന്റ് ഇലക്ഷനിൽ MLA മാരെ മത്സരിപ്പിക്കരുതെന്ന് ഞാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്.